സംസ്ഥാനത്ത് വിതരണം ആരംഭിച്ചു. എല്ലാ APL, BPL വിഭാഗം റേഷൻ കാർഡ് ഉടമകളും പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്. മന്ത്രിയുടെ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശം. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, സംസ്ഥാനത്ത് മെയ് മാസത്തെ റേഷൻ വിതരണം അവസാനിച്ചു. ജൂൺ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുകയും ചെയ്തു. 2026 ഏപ്രിൽ, മെയ്, ജൂൺ ക്വാർട്ടറിൽ വൈദ്യുതി ഉള്ള വീടുകളിലെ AY കാർഡിന് ആകെ 1 ലിറ്റർ മണ്ണെണ്ണയും PHH, NPS, NPNS കാർഡുകൾക്ക് ആകെ 1/2 ലിറ്റർ മണ്ണെണ്ണയും വൈദ്യുതി ഇല്ലാത്ത വീടുകളിലെ കാർഡുകൾക്ക് ആകെ 6 ലിറ്റർ മണ്ണെണ്ണയും ഈ മാസം ലഭിക്കുന്നതാണ്. അന്ത്യോദയ അന്ന യോജന, അതായത് AY കാർഡിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായും 3 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിൽ ലഭിക്കും. മുൻഗണനാ വിഭാഗമായിട്ടുള്ള PHH കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും 4 കിലോ കുറച്ച് അതിന് പകരം 4 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. NPS നീല കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡിന് 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കും. NPNS വെള്ള കാർഡിന് 4 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡിന് 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, വീടുള്ള ആളുകൾ അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ നടത്തുന്നവർ എന്നിവരെല്ലാവരും തന്നെ പ്രത്യേകമായി തന്നെ ശ്രദ്ധിച്ചിരിക്കണം. മാലിന്യങ്ങൾ 4ആയി തരംതിരിച്ച് സംസ്കരിക്കണം. വൻകിട സമുച്ചയങ്ങൾ, മാർക്കറ്റുകൾ, ബിസിനസ് വ്യവസായ സ്ഥാപനങ്ങൾ എന്നിങ്ങനെ വൻതോതിൽ മാലിന്യം പുറന്തള്ളുന്ന സ്ഥാപനങ്ങളെ നിശ്ചയിക്കാൻ 3 മാനദണ്ഡങ്ങളും പരിഷ്കരിച്ച ചട്ടത്തിലുണ്ട്. 20,000 ചതുരശ്ര മീറ്ററോ കൂടുതലോ തറ വിസ്തീർണമുള്ള കെട്ടിടങ്ങൾ, പ്രതിദിനം 40,000 ലിറ്ററോ കൂടുതലോ വെള്ളം ഉപയോഗിക്കുന്നവർ, പ്രതിദിനം 100 കിലോഗ്രാമിൽ അധികം ഖരമാലിന്യം തള്ളുന്നവർ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ബാധകമാകുന്നവരാണ് ഈ ഒരു വിഭാഗത്തിൽ വരുന്നത്. അവർ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. മാലിന്യങ്ങൾ അംഗീകൃത സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സംസ്കരിക്കണം. പുതുതായി തുടങ്ങുന്ന വൻകിട സ്ഥാപനങ്ങൾ നിർബന്ധമായും ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കണം. ഭക്ഷണാവശിഷ്ടങ്ങൾ, ഡിസ്പോസിബിൾ പ്ലേറ്റുകൾ, കപ്പുകൾ, ക്യാനുകൾ, കവറുകൾ, ചിരട്ടകൾ, പച്ചക്കറി, പഴ അവശിഷ്ടങ്ങൾ തുടങ്ങിയവ ശേഖരിക്കാനായി ഉചിതമായ കണ്ടെയ്നറുകൾ തെരുവു കച്ചവടക്കാർ കരുതണം. 100-ലധികം പേരുള്ള പരിപാടികൾ നടത്തുന്നവരാണെങ്കിൽ 3 പ്രവൃത്തി ദിനം മുൻപ് തന്നെ തദ്ദേശ സ്ഥാപനത്തെ അറിയിച്ചിരിക്കണം. പുനരുപയോഗിക്കാനോ ഊർജ ആവശ്യങ്ങൾക്കോ കഴിയാത്ത മാലിന്യം മാത്രമേ കുഴിച്ചു മൂടാൻ അനുവാദമുള്ളൂ. ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, മുൻ സർക്കാർ അതായത് LDF സർക്കാർ ഗുണഭോക്താക്കൾക്കായി പ്രഖ്യാപിച്ച ഒരു പദ്ധതിയുണ്ട്. കണക്ട് ടു വർക്ക് എന്നുള്ള ഒരു സ്കോളർഷിപ്പ് പദ്ധതിയാണിത്. ഈ ഒരു പദ്ധതി പ്രകാരം 1000 രൂപ വെച്ച് വിദ്യാർത്ഥികളുടെ അക്കൗണ്ടുകളിലേക്ക് എല്ലാ മാസവും ഒരു സ്കോളർഷിപ്പ് എന്ന രീതിയിൽ ലഭിക്കുന്ന ഒരു പദ്ധതിയാണിത്. നിലവിൽ ഈ ഒരു പദ്ധതി പ്രകാരമുള്ള തുക ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഈ ഒരു പദ്ധതി നിർത്തിയോ അതോ ഇനി തുടരുമോ എന്നുള്ള ഒരു കാര്യത്തിലും ഇപ്പോൾ വ്യക്തത വന്നിട്ടില്ല. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇനി അടുത്ത ബജറ്റിന്റെ അവതരണത്തിന് ശേഷമൊക്കെ ആയിരിക്കും ഇതിനായിട്ടുള്ള തുക അനുവദിക്കുമോ എന്നുള്ള ഒരു കാര്യമൊക്കെ അറിയാൻ സാധിക്കുക. അതുവരെ ഗുണഭോക്താക്കൾ കാത്തിരിക്കേണ്ട അവസ്ഥയാണുള്ളത്. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനു സൈനിങ് ഓഫ്.